ഒരു മാസം മുന്നേ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10:25 എടുക്കുന്ന ട്രെയിൻ കയറി ഞങ്ങൾ എല്ലാവരും കൂടി പോയത് നേരെ തഞ്ചാവൂർക്കാണ്. നിർത്തുന്ന മിക്ക സ്റ്റേഷനിൽ നിന്ന് ചായയെല്ലാം കുടിച്ച് ഒരു നല്ല ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും നമ്മൾ തഞ്ചാവൂർ ഒരു 9 മണിയായപ്പോഴേക്കും എത്തി. അവിടെ നേരെ IRCTCയുടെ റിട്ടയറിംഗ് റൂമിലേക്കാണ് നമ്മൾ പോയത്. അവിടെ പോയി ഫ്രഷായ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവിടുത്തെ ക്ലോക്ക് റൂമിൽ തന്നെ നമ്മുടെ ലഗേജ് എല്ലാം വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് മസാല ദോശ എല്ലാം കഴിച്ച് അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൻ്റെ ക്ലോക്ക് റൂമിലാണ് നമ്മൾ ചെരുപ്പ് വെച്ചത്. അവിടെ നേരെ അകത്തോട്ട് കയറി കഴിഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമെന്ന് ചോദിച്ചാൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർ കയറുമ്പോൾ തന്നെ നമ്മളോട് ഇൻഡിവിജ്വലി പറയും വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പാടില്ലാന്ന്. പിന്നെ നമുക്കൊരാഗ്രഹം കൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തു. ഇൻ കേസ് അവർ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടാൽ അവർ പബ്ലിക്കലി വന്ന് ചീത്ത പറയും. എന്തുകൊണ്ടോ ഭാഗ്യത്തിന് നമുക്ക് അതിനെ ചീത്തയൊന്നും കേൾക്കാതെ കുറച്ച് നല്ല വീഡിയോസ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷം നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാനാണ് പോയത്. അത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് നമ്മൾ പോയി കഴിച്ചത്. അവിടെ നേരെ പിന്നെ ഓട്ടോ എടുത്ത് നമ്മൾ പോയത് പാലസിലേക്കാണ്. ഈ പാലസിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ് മ്യൂസിയവും എക്സിബിഷനും ലൈബ്രറി എല്ലാം വരുന്നത്. നമുക്ക് ലൈബ്രറി അന്ന് കയറാൻ പറ്റിയില്ല. അന്ന് കുറച്ച് സ്കൂൾ പിള്ളേരൊക്കെ ആയിട്ട് കുറച്ച് ടൂറിസ്റ്റ് അങ്ങനെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ എക്സിബിഷനും കണ്ട് തഞ്ചാവൂർ പാവയെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പുറത്തിറങ്ങി വീണാമേക്കും കാണാനാണ് പോയത്. തൊട്ടടുത്താണ്, നടക്കാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. അവിടെ പോയി നമുക്ക് അകത്തൊക്കെ കയറി കാണാനൊക്കെ പറ്റും. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് പോകാനുള്ള ടൈമായി. നമുക്ക് 6:30 ട്രെയിൻ. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ IRCTCയുടെ റൂമിൽ വന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ ട്രെയിൻ പിടിച്ചു. ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് ട്വിസ്റ്റ് ഉണ്ടായത് നമ്മുടെ അവിടുത്തെ പ്ലഗ് പോയിന്റ് വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ റെയിൽ വൺ ആപ്പിൽ റെയിൽ മതത്തിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് 10 മിനിറ്റിനുള്ളിൽ അവർ നമുക്ക് ശരിയാക്കി തന്നു. പക്ഷെ അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മൾ സൗത്ത് എത്തി.